ശ്രീ ഗോപാലൻ നായർ, താങ്കളുടെ പരാമർശം അത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ്. പരാമർശം മുഴുവനായിട്ടല്ല, അതിൽ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. താങ്കൾക്ക് തെറ്റുപറ്റിയോ? ദയവ് ചെയ്ത് ഇല്ല, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയത്. കാരണം അണ്ടിപ്പരിപ്പ് എന്നുള്ളൊരു വർത്തമാനം ഞാൻ പറഞ്ഞിട്ടില്ല, അത് അദ്ദേഹം കൂട്ടിച്ചേർത്താണ്. അത് ശരിയാ. കമ്പിളി അത് അങ്ങയുടെ മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്ക് അല്ല. അണ്ടിപ്പരിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ചെക്ക് ചെയ്ത് നോക്കൂ. ഇല്ല പറഞ്ഞില്ല. കമ്പിളിയുടെ കാര്യം പറഞ്ഞു, മറ്റേ ഞാൻ അണ്ടിപ്പരിപ്പിന്റെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തതാണത്. അതിന് അങ്ങേരം മാർക്ക് പറയണ്ടേ, ഞാനല്ല. നല്ല ഓർമ്മശക്തിയുണ്ട്, ഒരു കുഴപ്പമില്ല വസന്തേ. എനിക്ക് 88 വയസ്സാണ്, പക്ഷെ എനിക്ക് ഓർമ്മശക്തി ഉണ്ട്. ഞാൻ സത്യം പറയുള്ളൂ. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാനേ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. എൻ്റെ രാഷ്ട്രത്തിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഞാൻ പ്രതികരിക്കും. അതുകൊണ്ടാണ് താങ്കൾ ഇന്ന് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യം എടുത്ത് പറയരുത്. നിങ്ങൾ രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയം നോക്കിക്കോളൂ. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. അണ്ടിപ്പരിപ്പ് പറഞ്ഞു? ഇല്ല പറഞ്ഞിട്ടില്ല. ഞാൻ അണ്ടിപ്പരിപ്പ് പറഞ്ഞു, അണ്ടിപ്പരിപ്പ് കൈ നിട്ടതാണ്. കമ്പിളി പറഞ്ഞു, കമ്പിളി കൊടുത്തയച്ചു. അത് സത്യമാണ് സാറേ, സത്യമാണത്. കമ്പിളിയും അവരുടെ ഡ്രസ്സും നല്ല ആഹാരവും ഒരു കമ്പിളിയും കൊടുത്തയച്ചു പട്ടാളക്കാർക്ക്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 62 യുദ്ധത്തിലുണ്ടായിരുന്നില്ല. അതെ പറയണത് കേൾക്കൂ. ഞാനും സംസാരിച്ചിട്ട് പ്ലീസ്. പ്രായം മാനിച്ചെങ്കിലും ഒരു അവസരം കൊടുക്കൂ പ്ലീസ്. ഇല്ല ഇപ്പൊ തെറ്റുപറ്റിയത് വസന്തനാണെന്ന് മനസ്സിലായല്ലോ. അണ്ടിപ്പരിപ്പ് നിങ്ങൾ കൊടുത്തതല്ലേ അദ്ദേഹത്തിന്റെ കയ്യിൽ. ഓക്കെ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ, ഏതാണ് എനിക്ക് പറ്റിയ തെറ്റ്? ഒന്ന് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞത്. അണ്ടിപ്പരിപ്പ് തെറ്റുപറ്റി താങ്കൾക്ക്. ഞാൻ പറഞ്ഞിട്ടില്ല സാർ, ഇല്ല അത് പറഞ്ഞു, ഞാനും കേട്ടിട്ടില്ല. അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, ശ്രീ അനിൽ നമ്പ്യാരും കൂട്ടിച്ചേർക്കില്ലേ സാർ? നമുക്കത് വിടാം, അണ്ടിപ്പരിപ്പ് വിടാം, കമ്പിളി പിടിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ശ്രീ ഗോപാലൻ നായർ, ഞാനൊന്ന് പറഞ്ഞ കാര്യം പ്ലീസ് ഒരു സെക്കൻഡ് കൂടി ഒരു മിനിറ്റ് എനിക്ക് തരൂ. ക്ലാരിഫൈ ചെയ്തിട്ട് പോകുന്നേ, അണ്ടിപ്പരിപ്പും കൂടെ ക്ലാരിഫൈ ചെയ്യാം. ഞാൻ ചൈനക്കാരന്റെ ഔദാര്യം പറ്റി എന്ന കണക്ക് അദ്ദേഹം പറയുമ്പോ അതിനെ വൈകാരികമായി ഉപമിക്കുമ്പോ സ്വാഭാവികമായി 1962 യുദ്ധത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിലയിരുത്തുന്നത് ഇതേ രീതിയിലാണ്. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ നിങ്ങൾ ഒരു അഡ്വക്കേറ്റാണ്, പ്ലീസ്. ഒരു അഡ്വക്കേറ്റാണ്, ഒരു നിയമപരമായിട്ട് അല്പം സംസാരിക്കുമ്പോൾ നമ്മൾ റെസ്പെക്റ്റോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൂ. എനിക്ക് അല്പം സമയം തരൂ, എന്നിട്ട് ഇടയ്ക്ക് കയറല്ലേ. നമ്മളുടെ ക്ഷമിക്കണം, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ പാർലമെന്റിൽ കാണുന്നത് എന്താ? ഒരാളെ സംസാരിക്കാൻ അനുവദിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഡിസിപ്ലിൻ എന്നുള്ള ഒരു മനുഷ്യൻ, എനിക്ക് വിദ്യാഭ്യാസമില്ല, കഴിവില്ല, അറിവില്ല, 88 വയസ്സാണ് കഴിവ് ഇത്, പക്ഷേ ഇന്ന് കാണുമ്പോൾ വേദനിക്കുന്നു. ഈ ചെയ്യുന്ന ഈ ദുഷ്പ്രവർത്തനം കാണുമ്പോൾ വേദനിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പ്ലീസ് ഒരു അല്പസമയം എനിക്ക് തരൂ. എന്നിട്ട് സാർ, ഒരു അഡ്വക്കേറ്റിൽ താങ്കളൊക്കെ എനിക്ക് വല്ല വിവരമുണ്ടോ? ഞാൻ വിവരമില്ലാത്ത ആള് സത്യസന്ധമായിട്ട് കാണുന്ന കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ ഇന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, 1 റാങ്ക് 1 പെൻഷൻ ഇന്ദിരാഗാന്ധി ഞങ്ങൾക്ക് ബംഗ്ലാദേശ് യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ദർബാറിൽ വെച്ച് പറഞ്ഞതാണ്. 73 പാസ്സാക്കി വെച്ചു. 2014 നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് തന്നു. മുൻകാല പ്രാബല്യത്തോടെ 2014 ജനുവരി 1 മുതൽക്ക് ഞങ്ങൾക്കത് പ്രാബല്യത്തിൽ തന്നു. ഇന്ന് ആർമിക്കാരനെ നരേന്ദ്രമോദി സ്വന്തം അമ്മ മക്കളെ പോറ്റി വളർത്തുന്ന പോലെ, സംരക്ഷിക്കുന്ന പോലെ പട്ടാളക്കാരെ സംരക്ഷിക്കുന്നു. ഒരിക്കലും ഉണ്ടായിട്ടില്ല സാർ ഇതുപോലെ. ആ വേദനയാണ് ഞാൻ ഈ പറഞ്ഞറിയിച്ചത്. എനിക്ക് വലിയ കഴിവറിവൊന്നുമില്ല, സംസാരിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി നമ്മളുടെ രാജ്യത്തിന്
നമ്മളുടെ ആയുധങ്ങൾ, നമ്മളൊരു ആയുധം ഇവിടെ മേടിക്കാറുണ്ടോ സാർ? ഒരു ആയുധം ഇവിടെ നിന്നെടുത്ത് പ്രയോഗിക്കാറുണ്ടോ? എല്ലാം വെളിയിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഏത് ആയുധമാണ് ഇല്ലാത്തത്? ബ്രഹ്മോസ് എന്ന് പറയുന്ന സാധനം സ്വയംപ്രീതി നമ്മളിവിടെ ഉണ്ടാക്കിയതല്ലേ. ഞാൻ അഭിമാനിക്കണു ഇത്. ഇന്നത്തെ ഗവൺമെൻറ് ഞാൻ അഭിമാനിക്കണു. കാരണം എന്ത് ആയുധം വേണം, ഏതെല്ലാം വേണം, എത്ര വേണം, നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കണു. നമ്മൾ വിദേശത്ത് കൊണ്ട് ഈ പൈസയ്ക്ക് വാങ്ങിച്ചുകൊണ്ടെന്ന് പകുതി പൈസ മറ്റെവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോരല്ല സാർ. ശ്രീ ഗോപാലൻ നായർ, ഒരു കാര്യം ഞാൻ നമ്മള് സ്വയം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇങ്ങനെ നിരന്തരം ദേശവിരുദ്ധ പ്രസ്താവന നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? താങ്കളുടെ ഒരു നിരീക്ഷണം. സാർ, ഞാൻ അത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് സുപ്രീം കോടതിനെ അദ്ദേഹം ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിനെ പറ്റി അത്ര വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ളത് സംസാരം കൊണ്ട് എനിക്ക് മനസ്സിലാവണം. പക്ഷേ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ കുറച്ച് വേദന തോന്നി. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ച് ഇന്ന് സംസാരിക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അല്ല ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ബുദ്ധി കുറവൊന്നുമില്ല, അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് അനുഭവമുണ്ട്. എന്തായിരിക്കാം പ്രചോദനം? അങ്ങേരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങേരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയണു, പ്രതിപക്ഷ നേതാവിനെ വളരെയേറെ ബഹുമാനിക്കേണ്ട. ഭരണപക്ഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാണ് ഈ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളുടെ നാടിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി കൊണ്ടുപോകേണ്ടത്. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാലു പ്രസാദ് യാദവ് 950 കോടി കട്ടു, ജയിലിൽ പോയി. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ മറുപക്ഷത്തിരിക്കുന്ന ആൾ വേണം. അതുപോലെ നമ്മളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചിദംബരം, ഞാൻ എടുത്തു പറയുന്നില്ല, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പറയാൻ സമയമില്ല. പക്ഷേ ഇന്ന് നമ്മളുടെ കാശ്മീരിൽ ഞങ്ങൾക്ക് അവിടെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. 307-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ഇന്നത്തെ പട്ടാളക്കാരോ അന്തസ്സായിട്ട് അവിടെ ജീവിക്കേണ്ടത്. അന്ന് 307-ാം വകുപ്പ് പ്രകാരം 5 ലക്ഷം പണ്ഡിറ്റുകളാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അവിടെ പട്ടാളമില്ലാത്തതുകൊണ്ടാണോ? പോലീസില്ലാത്തതുകൊണ്ടാണോ? അവിടെ ഭരണമില്ലാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ 5 ലക്ഷം പണ്ഡിറ്റുകൾ ഹിന്ദുക്കൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്? അനുഭവസ്ഥനാണ് ഞാൻ. അതൊന്നും പാടില്ല, നമ്മളുടെ നാടിന് യോജിച്ചതല്ല. നമ്മൾ മതേതര രാഷ്ട്രമാണ്. നമ്മളുടെ സഹോദരങ്ങളെ മുസ്ലിങ്ങളായിരുന്നാലും ഈ ക്രിസ്ത്യാനികളായിരുന്നാലും ഏതായിരുന്നാലും ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ പിറന്നു വളർന്ന എല്ലാവരും തന്നെ ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതിന് പ്രത്യേക ഒരു ആനുകൂല്യം കൊടുത്ത് ഞാൻ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി ചൊടിക്കും. അഡ്വക്കേറ്റ് വസന്ത്, അപ്പോൾ എന്തായാലും ഇത്തരം അനുഭവങ്ങൾ രാഹുലിൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇതാ സുപ്രീം കോടതി പോലും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരിക്കുകയാണ്. ആ വിമർശനത്തെയും സതുദ്ദേശപരമായി ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാനാണോ തീരുമാനം? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനകത്ത് പോലും ഇദ്ദേഹത്തിൻ്റെ അനവസരത്തിലുള്ള പ്രസ്താവനകളിൽ വലിയ അമർഷം പുകയുന്നുണ്ട്. ചിലരൊക്കെ അത് തുറന്നു പറഞ്ഞതാണ്, ചിലരൊക്കെ പാർട്ടി വിട്ടുപോകാനുള്ള കാരണവും അതുതന്നെയാണ്, ഈ പക്വത ഇല്ലായ്മ. അപ്പോൾ സ്വാഭാവികമായി തിരുത്തേണ്ടത് രാഹുലാണ്. തിരുത്താനുള്ള ആർജവം കാണിക്കുമോ, അതോ വീണ്ടും കോടതിയെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു എന്ന ആ പഴയ അതേ ആയുധം അതെടുത്ത് പ്രയോഗിക്കുമോ? അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതിന് അദ്ദേഹം വല്ലാതെ കണ്ടങ്ങ് നമുക്ക് വിടാം, അണ്ടിപ്പരിപ്പ് വിടാം പ്ലീസ്. കാര്യം എന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞതിനെ അങ്ങ് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിന് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞു, അഡ്വക്കേറ്റ് വസന്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ ഒരു മെറ്റീരിയൽ എററുമില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം കമ്പിളി പുതപ്പ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ചൈനയുടെ ഔദാര്യം പറ്റി എന്ന മനസ്സിലായി. അതിനെയാണ് ഞാൻ വളരെ വൈകാരികമായി അങ്ങനെ പറയാമോ? ഒരു ഹവീൽദാർ അവിടെ വളരെ കാലങ്ങളോളം അവിടെ ജയിലിൽ കിടന്ന ജവാന്മാർ പോന്നപ്പോഴാണ് ഞാൻ ഈ കൊടുത്തയച്ചത്. അതെ അതിൽ ഉറച്ചു നിൽക്കുകയാണ് പങ്കുവച്ചത്. അതിന് നിങ്ങൾ ചെറുതായി കാണണ്ട, ദയവേത് തുടരുക. അവിടെ ജയിലിൽ കിടന്ന പട്ടാളക്കാർ തിരിച്ചു വരുമ്പോൾ അവർ കൊടുത്തുവിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. തെറ്റാണ്. കാര്യം അത് അംഗീകരിച്ച ഒരു പ്രശ്നം എന്താണെന്ന് പറയാമോ?
തെറ്റല്ല, ശരിയാണ് സർ, അങ്ങനെ പറയല്ലേ. താങ്കള് എന്റെ 88 വയസ്സിലുള്ള എന്റെ അനുഭവം, സർവീസിലുള്ള അനുഭവം ഞാൻ പറഞ്ഞേ. ഉണ്ടാവണമെന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പറയേണ്ടതായി വരും. അങ്ങനെ സമീപിച്ചിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് ആണ്, നെഹ്റു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ. കഴിഞ്ഞു വസന്തേ, രാഹുൽ തിരുത്തൂ എന്നുള്ളതാണ് ചോദ്യം. ഇനിയെങ്കിലും അത് ഇനിയും കോടതിയെ കുറ്റം പറഞ്ഞ് നടക്കുവോ? അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചിട്ടില്ലേ നമ്മൾ? ഉണ്ടോ ഇല്ലയോ? അപ്പോ അദ്ദേഹം പറഞ്ഞ അംഗീകരിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിന് പോലും വില കൊടുക്കാതിരിക്കരുത് സാർ. അതെ, നമ്മൾ സുപ്രീം കോടതിയെ മര്യാദ മാനിച്ചേ പറ്റുള്ളൂ. അതെ അതെ, സുപ്രീം കോടതി നമുക്ക് മാനിക്കണം. ഇല്ലാതെ ഈ നിയമവാഴ്ച തകരാറിലാവും. സുപ്രീം കോടതി ചോദിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ചോദിച്ചത് ഭാരതീയനാണോ എന്നാണ്. അല്ല അതിനെ ലാഘവത്തോടെ കാണല്ലേ. ഭാരതീയൻ ഇങ്ങനെ പറയാൻ കഴിയുമോ? ഭാരതീയനാണോ? യെസ്. രാജ്യത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത്തരം പരാമർശങ്ങളിലേക്ക് പോകില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അപ്പൊ നോക്കൂ, അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? രാഹുൽ ദേശവിരുദ്ധനാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് കോടതി. അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അറ്റ് ദ സെയിം ടൈം ഇതേ സുപ്രീം കോടതി, ഇതേ ബെഞ്ച് ലക്നൗ കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായി നടന്നു വന്ന പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കണം കേട്ടോ. ഇന്നത്തെ പ്രൊസീഡിങ്സ് ആകെ അങ്ങ് നിങ്ങൾ പഠിക്കൂ. അല്ലാതെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കോർട്ട് 2 മിനിറ്റ് നിങ്ങൾ എടുത്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ 1.5 മണിക്കൂറിനകത്ത് നടന്നുപോയ മറ്റു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. 2, ഈ വലിയൊരു ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ അനിൽ നമ്പ്യാരും വളരെ വിഷമത്തോടു കൂടി ഡോക്ടർ മോഹൻ വർഗീസും അതിനെ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാര്യം 63-ലും 64-ലും നമ്മൾ അന്താരാഷ്ട്ര കോടതികളെ സമീപിച്ചിട്ടുണ്ട്. നമ്മളുടെ ബന്ദികൾക്ക് നേരിടേണ്ടി വന്ന ചൈനീസ് മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ആകെ റദ്ദ് ചെയ്യുകയാണ് ഹവീൽദാർ KP ഗോപാലിന്റെ വാക്കുകൾ. ഇത് കമ്പിളി കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ആഡ് ചെയ്ത് ആയിക്കോട്ടെ, കമ്പിളി എന്ന കണക്കിനാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ 63-ലും 64-ലും അടക്കം നമ്മൾ അന്താരാഷ്ട്ര കോടതികളെ സമീപിച്ചത് തെറ്റായി പോയി. എന്തായാലും ഈ കമ്പിളിയിലും അണ്ടിപ്പരിപ്പിലും പെട്ടുപോയി. ഓക്കെ, അത് വിട്. നമ്മുടെ രാഹുൽ തിരുത്തുക എന്നുള്ളതാണ് ചോദ്യം. എന്തിനാ തിരുത്തുന്നത്? ക്രിയാത്മകമായി ക്രിയാത്മകമാകാം. 62,000 മൈല് 62-ലെ യുദ്ധത്തില് ചൈന പിടിച്ചു പോകുന്നു. ഇന്ന് 2000 കിലോമീറ്റർ ഇന്ത്യൻ ആർമി വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ മനസ്സിന് വേദനയുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് 62 യുദ്ധത്തില് എത്ര കിലോമീറ്റർ കൊണ്ടുപോയി എന്നുള്ളതൊന്ന് കണക്കാക്കി നോക്കൂ. ഇന്ന് 2000 കിലോമീറ്റർ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഞങ്ങള് പട്ടാളക്കാർ വെറും വിഡ്ഢികളാണോ? അതാണ് ചോദ്യം. അവിടെ നിൽക്കുന്ന പട്ടാളക്കാര്, ഐസിൽ കിടക്കുന്ന പട്ടാളക്കാര് വിഡ്ഢികളാണോ? അല്ല, എനിക്ക് അത്ര കഴിവില്ലാത്തവരാണോ അവിടെ കിടക്കുന്ന അതിർത്തിയില്? സാർ, ഇത് തെറ്റാണ് സാർ. ഒരു അഡ്വക്കേറ്റ് ആണ്. ക്ഷമിക്കണം, ഞാൻ താങ്കളെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ആളല്ല. പക്ഷെ അങ്ങനെ പറയരുത് സാർ. ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ എത്ര സൈനികർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? പറയണ്ടേ? അത് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് സ്റ്റേറ്റ് ചെയ്യൂ. ഇനി ഒരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ഏതെങ്കിലും സുപ്രീം കോടതിയുടെ ഞാൻ പറഞ്ഞത് ലാഹോർ ഇവിടെ ഇച്ചോ കനാലിന്റെ അടുത്ത് 35 പേരെ കുടിച്ചിട്ട് പോന്നു. അത് സത്യമാണോ പറഞ്ഞത്? ഗോപാലൻ നായർ, അഡ്വക്കേറ്റ് വസന്ത്, ക്ഷമിക്കുക, സമയമായി, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. സംവാദത്തിൽ പരാമർശിച്ചതുപോലെ രാജ്യത്തെ പ്രധാനമന്ത്രിയെപ്പോലെ പ്രതിപക്ഷ നേതാവിനും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. രാഷ്ട്രീയമായ ഭിന്നിപ്പുകൾ രാജ്യത്തെ പൊതുവിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രകടമാക്കരുത്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാനാവൂ, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. അവിടെ പെറ്റി പൊളിറ്റിക്സ് കളിക്കാത്ത പക്വതയുള്ള വിവേകശാലിയായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നേതാവിനെയാണ് ആവശ്യം. കോടതി കുടഞ്ഞ ഈ വേളയിലെങ്കിലും രാഹുലിന് ബുദ്ധി ഉദിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.